അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഇതൊരു ലൈവ് പ്രോഗ്രാമാണ്. ഈ ലൈവ് പ്രോഗ്രാമിലേക്ക് ശ്രോതാക്കൾക്ക് വിളിക്കേണ്ടുന്ന നമ്പർ 9020 840 എന്ന നമ്പറാണ്. ടെക്സ്റ്റായോ അതല്ലെങ്കിൽ കോളായിട്ടോ ശ്രോതാക്കൾക്ക് പീസ് റേഡിയോ ഡെസ്കുമായി ബന്ധപ്പെടാം. 9020 840 എന്ന നമ്പറിലേക്കാണ് ശ്രോതാക്കൾ വിളിക്കേണ്ടത്. നമുക്കറിയാം, പലപ്പോഴും അജ്ഞത കാരണം പല വിഷയങ്ങളിലും കൃത്യമായി കർമ്മങ്ങൾ ചെയ്യാൻ നമുക്കെപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്, സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. കൃത്യമായ സംശയ ദൂരീകരണത്തിലൂടെ മാത്രമേ നമ്മൾ ചെയ്യുന്ന ആരാധനകൾ അത് ഏറ്റവും അർത്ഥവത്തായ രീതിയിൽ അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിലാവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സംശയ നിവാരണത്തിന് ഏറെ പ്രസക്തി കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. പീസ് റേഡിയോ ഇതിനായി ഒരു അവസരം ഒരുക്കുകയാണ്. എല്ലാ ശനിയാഴ്ചകളിലും നമ്മൾ ഇതേപോലെ ഒരു ലൈവ് സെഷൻ സംഘടിപ്പിക്കാറുണ്ട്. ഇന്നത്തെ ലൈവ് സെഷനിൽ നമ്മളോടൊപ്പമുള്ളത് സൗദി അറേബ്യയിലെ തബൂക്കിൽ നിന്ന് ബഹുമാനനായ ഫൈസൽ മദീനിയാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അസ്സാം വലൈക്കും വറഹമത്തുള്ളാഹി. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാം ശ്രോതാക്കൾക്കൊക്കെ അറിയാവുന്നതുപോലെ പീസ് റേഡിയോയിലൂടെ ഇപ്പോൾ നേരിട്ട് കേൾക്കാവുന്നതാണ്. അതുപോലെ തന്നെ പീസ് റേഡിയോ ഫേസ്ബുക്ക് പേജിലൂടെയും പീസ് റേഡിയോ യൂട്യൂബ് ചാനലിലൂടെയും ശ്രോതാക്കൾക്ക് ചോദിക്കാവുന്നതാണ്. ഈ ഒരു ലൈവ് സെഷനിൽ നമ്മളോടൊപ്പമുള്ള ഫൈസൽ മദീനിയും അതുപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാർ നമ്മളോടൊപ്പം സാധാരണ ഓരോ ദിവസങ്ങളിൽ ഓരോ സെഷനുകളിൽ പങ്കെടുക്കാറുണ്ട്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ഫീഡ്ബാക്കിലൂടെ നമുക്ക് ലഭിച്ച ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതുപോലെ തന്നെ കോളായിട്ട് ഒരുപാട് ശ്രോതാക്കൾ വിളിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് പ്രതീക്ഷയോടുകൂടി അള്ളാഹു ഇതൊരു സ്വാലിഹ് അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഇവിടെ ആരംഭിക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഈ ഡെസ്കിലേക്ക് വിളിക്കേണ്ടുന്ന നമ്പർ ഒരു തവണ കൂടി ഇവിടെ ഓർമ്മിപ്പിക്കാം. 9020 840 840 9020 840 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഈ ഒരു സമയപരിധിക്കുള്ളിൽ നമുക്ക് സംശയം തീർക്കാൻ പറ്റാവുന്ന വിഷയങ്ങൾ പൂർണ്ണമായി തന്നെ ഇൻഷാ അല്ലാഹ് സംശയം തീർത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവാം. എന്നാൽ സുദീർഘമായ ഉത്തരങ്ങൾ ആവശ്യമുള്ള ചോദ്യങ്ങളാണെങ്കിൽ ഇതിന് മറ്റൊരു സെഷനിലൂടെയോ അതല്ലെങ്കിൽ ശ്രോതാക്കളോട് നേരിട്ട് ഫോൺ നമ്പറിലൂടെ വിളിച്ച് സംസാരിച്ച് അത്തരം സംശയങ്ങൾ ദൂരീകരിക്കാനുള്ളൊരു അവസരം കൂടി ഇവിടെ ഒരുക്കുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ഫൈസൽ മദീനി, നമുക്ക് ഇൻഷാ അല്ലാഹ് പ്രോഗ്രാം ഇവിടെ തുടങ്ങാം അല്ലേ? ഇൻഷാ അല്ലാഹ്. ഫീഡ്ബാക്കിലൂടെ ലഭിച്ച ഒരു ചോദ്യം ഏറ്റവും ആദ്യം ഈ ഒരു ഡെസ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് സ്ത്രീകളുടെ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. സാധാരണ പള്ളിയിൽ പോകാൻ ഒരുപാട് ആഗ്രഹമുള്ള ഒരു ശ്രോതാവ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അത് ചോദ്യത്തിൽ തന്നെ വളരെ വ്യക്തമാണ്. സ്ത്രീകൾ പള്ളിയിൽ പോകാൻ അതിനുള്ള തെളിവുകൾ എന്തെല്ലാമാണ് എന്നാണ് ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്താണ് ആ ഒരു ശ്രോതാവിനോട് ഇവിടെ പങ്കുവെക്കാനുള്ളത്? ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇസ്ലാമിൽ ആരാധനകളെ സംബന്ധിച്ച് പറയുമ്പോൾ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും ആരാധന സ്വാതന്ത്ര്യം നൽകുന്ന ഒരു മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ പുരുഷന്മാരെ പോലെ തന്നെ പള്ളിയിൽ പോയി നമസ്കരിക്കുക എന്നുള്ളത് സ്ത്രീകൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇമാം ബുഖാരിയും മുസ്ലിമും അടക്കമുള്ള സ്വഹീഹായ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടങ്ങളിലൊക്കെ ധാരാളം ഹദീസുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും അതുപോലെ തന്നെ മുഅ്മിനാത്തുകളായ സ്ത്രീകൾ സഹോദരിമാരുമൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പള്ളിയിൽ പ്രവേശിച്ചിരുന്നു എന്ന്, അവർ പള്ളിയിൽ നമസ്കാരത്തിൽ പങ്കെടുത്തിരുന്നുവെന്ന്
ധാരാളം ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബുഖാരി മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന മുത്തഫഖുൻ അലൈഹിയായ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, കുന്ന നിസാ അൽ മുഅ്മിനാത്തി യഷ്ഹദന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ഫജ്രി മുതലഫിആത്തുൻ ബിമുറൂതിഹിന്ന സുമ്മ യൻഖലിബന ഇലാ ബുയൂതിഹിന്ന ഹീന യുസല്ലീന സ്വലാ ഹീന യഖ്ലീന സ്വലാ ലാ യഅരിഫുന അഹദുൻ മിനൽ ഗലസ്. ഇമാം ബുഖാരി 578, അതുപോലെ തന്നെ ഇമാം മുസ്ലിം 645 നമ്പർ ഹദീസായിട്ടൊക്കെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നത് മുഅ്മിനാത്തുകളായ സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സുബഹി നമസ്കാരത്തിൽ പങ്കെടുത്തിരുന്നു എന്നാണ്. അങ്ങനെ നമസ്കാരം കഴിഞ്ഞ് അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ മൂടുപടങ്ങളും അവരുടെ ഹിജാബെല്ലാം ധരിച്ചുകൊണ്ടാണ് അവർ പള്ളിയിലേക്ക് പോരുന്നത്. നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ഇരുട്ട് കാരണം അവരെ തിരിച്ചറിഞ്ഞിരുന്നില്ല എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇവിടെ കൃത്യമായി അവർ സുബഹി നമസ്കാരം എന്നുള്ള ഇരുട്ടുള്ള സമയമാണ്. ആ സമയത്ത് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വഹാബി വനിതകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരടക്കമുള്ള സഹോദരിമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനാത്തുകളിൽപ്പെട്ട ആളുകൾ പള്ളികളിൽ പങ്കെടുക്കുകയും അങ്ങനെ തിരിച്ചു പോരുമ്പോൾ ചെറിയൊരു ഇരുട്ട്, സുബഹിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ ചെറിയൊരു ഇരുട്ടുണ്ടാവും, ശരിക്കും നേരം പുലർന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഇരുട്ട് കാരണം ഒരു രൂപം ഇങ്ങനെ കാണുമെന്നല്ലാതെ ആളാരാന്ന് വ്യക്തമാകാത്ത അത്ര ഇരുട്ടുള്ള സന്ദർഭങ്ങളിൽ പോലും അവർ നമസ്കാരത്തിൽ പങ്കെടുത്തിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ധരിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്ന ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട്. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിയാത്തികൾ അഥവാ ഒരു സ്ത്രീ സഹോദരി അവർ പള്ളിയിലേക്ക് പോകട്ടെ എന്ന് അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവരെ തടയരുത് എന്നുള്ള ശക്തമായൊരു കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയതായി ഇമാം ബുഖാരിയും അതുപോലെ തന്നെ മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് പോവുക എന്നുള്ളത് അവർക്ക് അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൽപ്പിച്ചിട്ടുണ്ട്, അവരെ തടയാൻ പാടില്ല എന്ന് കൽപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും അതുപോലെ തന്നെ സ്വഹാബിയാത്തുകളായ വനിതകളുമൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പോലും പള്ളികളിൽ നമസ്കാരത്തിന് വേണ്ടി പങ്കെടുത്തിരുന്നുവെന്ന് വളരെ കൃത്യമായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പള്ളിയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അവരെ അത്തർ ഉപയോഗിച്ചുകൊണ്ട്, സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകാൻ പാടില്ല. മുത്തബർരിജാത്തുകളായിക്കൊണ്ട് അവരുടെ സൗന്ദര്യത്തെ പ്രകടിപ്പിക്കുന്ന രൂപത്തിൽ, ഔറത്ത് കൃത്യമായി മറക്കാത്ത രൂപത്തിലൊന്നും പള്ളിയിലേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസുകളിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അയ്യുമാ ഇംറഅത്തിൻ അസാബത്ത് ബുഹൂറൻ, ഏതൊരു സ്ത്രീ അവൾ ബുഹൂർ അഥവാ സുഗന്ധം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഫല തഷ്ഹദന്ന മഅനൽ ഇശാ അൽ ആഖിറ, അവസാനത്തെ ഇശാ നമസ്കാരത്തിന് അവർ പള്ളിയിലേക്ക് വരാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇമാം നവവി അടക്കമുള്ള ആളുകൾ മജ്മൂ ഫതാവയിലൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ വിശദീകരണം തഫിലാത്തുകളായിക്കൊണ്ട് നിങ്ങൾ പള്ളിയിലേക്ക് പോകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുണ്ട്. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിയാത്തികളെ തൊട്ട് നിങ്ങൾ പള്ളിയെ തടയരുത്. എന്നിട്ട് പറയാണ്, വൽ തകുൻ ലയുഖ്രിജുന്ന വലാകിൻ ലയുഖ്രിജുന്ന വഹുന്ന തഫിലാത്ത്, അവർ തഫിലാത്തിൻ്റെ അവസ്ഥയിലായിക്കൊണ്ട് അവർ പള്ളിയിലേക്ക് പുറത്ത് പോകാൻ പാടില്ല. അവരെ ആത്തുകളായിക്കൊണ്ട് പുറത്തേക്ക് പുറപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ തഫിലാത്ത് എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത്, ഇമാം നവവി അടക്കമുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് താരിക്കാത്തു തീബ് എന്നാണ്. സുഗന്ധം ഉപയോഗിക്കാത്ത അവസ്ഥയിലാണ് അവർ പള്ളിയിലേക്ക് പുറപ്പെടേണ്ടത് എന്ന് വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസുകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സുഗന്ധം ഉപയോഗിക്കാതെ അതുപോലെ തന്നെ ഔറത്ത് കൃത്യമായി മറച്ചുകൊണ്ട് ഇസ്ലാമികമായ വേഷങ്ങൾ അണിഞ്ഞുകൊണ്ട് ഒരു പെണ്ണ് പള്ളിയിലേക്ക് പോകട്ടെ എന്ന അനുവാദം ചോദിച്ചാൽ അവരെ തടയാൻ അവരുടെ വലിയ ആയിട്ടുള്ള ഭർത്താവിനോ അല്ലെങ്കിൽ പിതാവിനോ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് അധികാരമില്ല, അവരെ തടയാൻ പാടില്ല എന്നാണ്. അതുപോലെ തന്നെ അവർക്ക് പങ്കെടുക്കുക എന്നുള്ളത് അനുവദനീയമാണ് എന്നുള്ളതാണ് സ്വഹീഹായ ഹദീസുകളിൽ നിന്ന്, പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ കൃത്യമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു തആല അഅലം. മാഷാ അല്ലാഹ്, ഈ ഒരു വിഷയത്തിൽ വളരെ കൃത്യമായ ഒരു വിവരണമാണ് ബഹുമാന്യനായ ഫൈസൽ മദീനി നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. ഇസ്ലാമിനെ അറിയേണ്ടുന്ന സ്രോതസ്സിൽ നിന്ന് ഇസ്ലാമിനെ മനസ്സിലാക്കുമ്പോഴാണ് ഇസ്ലാമിൻ്റെ ആ ഒരു സൗന്ദര്യം
ശരിയായ രീതിയിൽ നമുക്ക് അറിയുന്നത്. സ്ത്രീകളെ പലപ്പോഴും അരികവൽക്കരിക്കപ്പെടുന്നൊരു മതം എന്നാണ് ഇസ്ലാമിനെ പലരും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കാറുള്ളത്. ആ ഒരു സമയത്ത് പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അൽഹംദുലില്ലാ ഇന്നത്തെ അലിജാബയുടെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഇതിലൂടെ നമുക്ക് അൽഹംദുലില്ലാ നല്ലൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരു കോളർ നമ്മുടെ ലൈനിലുണ്ട്. ഫൈസൽ മദീനി, നമുക്കൊരു കോളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം ഇൻഷാ അല്ലാ. പീസ് റേഡിയോ അലിജാബയിലേക്ക് ആരാണ് വിളിച്ചിട്ടുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, കേൾക്കാം. ക്ലിയർ അല്ലേ? ഓ, ക്ലിയർ ആയിട്ട് കേൾക്കാം. നിങ്ങൾ ചോദിച്ചോളൂ. പിന്നെ ഈ മലമൂത്ര വിസർജനം നടത്തുന്ന മര്യാദകളിൽ പ്രത്യേകിച്ച് മൂത്രമൊഴിക്കുമ്പോൾ പിന്നെ നിന്ന് മൂത്രമൊഴിക്കുന്നതിന്റെ വിധി എന്താണെന്ന് അറിയാനായിരുന്നു. പല പള്ളികളിലും നമ്മൾ നിന്ന് മൂത്രമൊഴിക്കുന്ന സൗകര്യങ്ങൾ കുറവാണ്. കൂടുതലും ഇരുന്ന് മൂത്രമൊഴിക്കുന്ന സൗകര്യങ്ങളാണ് ഉള്ളത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് കൂടുതൽ ആളുകളും നിന്ന് മൂത്രമൊഴിക്കുന്നതായിട്ടാണ് കൂടുതൽ കാണുന്നത്. അപ്പോ നിന്ന് മൂത്രമൊഴിക്കാനുള്ള സൗകര്യങ്ങളാണ് കൂടുതൽ ഉണ്ടാക്കേണ്ടത് എന്ന് തോന്നും വിധം ആണ് ആളുകൾ, മതപരമായിട്ട് അറിവുള്ള ആളുകളും അതുപോലെ ഇത് കുറച്ചൊക്കെ ഇങ്ങനെ ഇതിനെ പറ്റി അറിയുന്ന ആളുകൾ വരെ കൂടുതൽ അങ്ങനെ ചെയ്യുന്നതായിട്ട് കാണുന്നു. എന്താണ് അതിന്റെ മതവിധി എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത്. ചോദ്യം കൃത്യമാണ്. ഇൻഷാ അല്ലാ മറുപടി. വളരെ വ്യക്തമാണ്. നിന്ന് മൂത്രമൊഴിക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ് സഹോദരൻ ചോദിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ നമ്മൾ ഇരുന്നാണ് മൂത്രമൊഴിക്കേണ്ടത്. എന്നാൽ നിന്ന് മൂത്രമൊഴിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് അത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്ന് മൂത്രമൊഴിച്ചതായി ഹദീസിൽ സ്ഥിരപ്പെട്ടു. സ്വഹീഹ് ഹദീസിൽ അന്നഹു ദഖല സുബാത്തത്ത് ഖൗമിൻ വബാത ഖായിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്ഥലത്തേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ വെച്ചിട്ട് നിന്നുകൊണ്ട് മൂത്രമൊഴിച്ചു എന്ന് സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇരുന്ന് മൂത്രമൊഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ നിന്ന് മൂത്രമൊഴിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 2 നിബന്ധനകൾ നിർബന്ധമായും ആ സന്ദർഭങ്ങളിൽ പാലിക്കപ്പെടണം. ആ 2 നിബന്ധനകൾ പാലിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവർക്ക് നിന്ന് നമസ്കരിക്കുക എന്നുള്ളത് അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്നാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഒന്നാമത്തെ നിബന്ധന, അയാൾ മൂത്രമൊഴിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അയാളുടെ നഗ്നത മറ്റുള്ളവർ കാണുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ കൃത്യമായ മറ സ്വീകരിച്ചിരിക്കണം. നിന്നുകൊണ്ട് മൂത്രമൊഴിക്കുന്ന സന്ദർഭത്തിൽ മറ്റുള്ളവർക്ക് അയാളുടെ നഗ്നത കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തെ നിബന്ധന, നമ്മൾ സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ശിക്ഷ, ഖബർ ശിക്ഷയ്ക്ക് വരെ കാരണമാകുന്ന ഒരു കാര്യമാണ് മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത്, മൂത്രമൊഴിക്കുന്ന സമയത്ത് കൃത്യമായി അതിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് നമ്മൾ എഴുന്നേറ്റിട്ട് നമ്മുടെ ശരീരത്തിൽ ആ മൂത്രത്തിൻ്റെ അംശങ്ങൾ പറ്റിപ്പിടിക്കുകയും മറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഖബർ ശിക്ഷയ്ക്ക് കാരണമാകും. അതുപോലെ തന്നെ നമ്മുടെ ആരാധനകളെ, ഇബാദത്തുകൾ അത് ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിന്ന് മൂത്രമൊഴിക്കുന്ന സമയത്ത് ആ മൂത്രം താഴേക്ക് നമ്മൾ ഒഴിക്കുമ്പോൾ അത് വല്ല കല്ലോ അല്ല ഉറപ്പോ ഉള്ള സ്ഥലത്ത് തട്ടിയിട്ട് അത് നമ്മളെ വസ്ത്രത്തിലേക്കോ ശരീരത്തിലേക്കോ തെറിക്കുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കുക. ഈ 2 നിബന്ധനകൾ കൃത്യമായി പാലിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് നിന്നുകൊണ്ട് മൂത്രമൊഴിക്കുക എന്നുള്ളത് അനുവദനീയമാണ് എന്നുള്ളതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അപ്പോൾ ഒന്നാമത്തത്, അയാൾ മൂത്രമൊഴിക്കുന്ന സമയത്ത് അയാൾ നിൽക്കുമ്പോൾ അയാളുടെ നഗ്നത പുറത്ത് കാണാൻ പാടില്ല. രണ്ടാമത്തത്, അയാളുടെ ശരീരത്തിലേക്ക് ആ മൂത്രത്തിൻ്റെ അംശങ്ങൾ, ആ മൂത്രം തെറിക്കുന്ന രൂപത്തിലുള്ള ഉറപ്പുള്ള കല്ല് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് മൂത്രമൊഴിക്കാൻ പാടില്ല. ഇന്ന് നമ്മുടെ പള്ളികളിലൊക്കെ നല്ല പാൻറ് പോലെയുള്ള നമുക്ക് ഇരുന്ന് മൂത്രമൊഴിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുന്ന ആളുകൾക്ക് സൗകര്യപ്രദമായ രൂപത്തിൽ ശരീരത്തിലേക്ക് അത് തെറിക്കാതെ തന്നെ ഈ പറഞ്ഞ 2 നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മൂത്രമൊഴിക്കാനുള്ള സംവിധാനങ്ങൾ പല പള്ളികളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിന്ന് മൂത്രമൊഴിക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ് എന്നുള്ളതാണ് പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു തആല ആലം. അൽഹംദുലില്ലാ. രോഗികളായ ആളുകൾക്കൊക്കെ ഇതൊരു കൺഫ്യൂഷൻ ഒരുപക്ഷെ വരാൻ സാധ്യതയുള്ള കാര്യമാണ്. നിന്നുകൊണ്ട് മൂത്രമൊഴിക്കാൻ പറ്റും. ഈ പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങളുള്ള രോഗികൾക്കൊക്കെ ഇരുന്ന് മൂത്രമൊഴിക്കുമ്പോൾ മൂത്രം ഒരു പക്ഷേ മൂത്രത്തിൽ നിന്ന് മുറിഞ്ഞു കിട്ടില്ല. നിന്ന് മൂത്രമൊഴിക്കുമ്പോഴാണ് അവർക്ക് ഒന്നും കൂടി മൂത്രം കുറച്ച് ഫോഴ്സിൽ പോവുക. അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഫൈസൽ മദീനയോടെ സൂചിപ്പിച്ചതുപോലെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ചെയ്യുമ്പോഴാണ് അത് അനുവദനീയമാകപ്പെടുന്നത്. അൽഹംദുലില്ലാ. ആ ഒരു ചോദ്യത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് നമ്മൾ ഫീഡ്ബാക്കിലേക്ക് പോവുകയാണ്. മറ്റൊരു ചോദ്യത്തിലേക്ക്, മഗ്രിബിനും അതുപോലെ തന്നെ
ഇൻഷാ അല്ലാ. മഗ്‌രിബിനും ഇശാക്കും ഇടയിലുള്ള സമയത്തിൽ ചില പ്രത്യേകത ഉള്ളതായി കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? ആണെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ എന്നാണ് ഫീഡ്ബാക്കിലൂടെ നമ്മളോട് ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് നമുക്ക് അവരോട് പറയാനുള്ളത്? മഗ്‌രിബ് നമസ്കാരത്തിൻ്റെയും ഇശാ നമസ്കാരത്തിൻ്റെയും ഇടയിൽ നമ്മൾ പ്രത്യേകമായ ദിക്റുകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരാധനകൾക്ക് വേണ്ടിയിട്ടോ മാറ്റിവെക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ പുണ്യം ഈ മഗ്‌രിബിൻ്റെ ഇശാൻ്റെ ഇടയിലുള്ളതായി പ്രമാണങ്ങളിലൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഒരാൾ ഇപ്പോൾ അയാളുടെ ഒഴിവ് സമയം അയാൾക്ക് ലഭിക്കുന്നത് മഗ്‌രിബിൻ്റെ സമയത്തിനും ഇശാൻ്റെ ഇടയിൽ കുറച്ച് സമയം ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് അയാൾ കുറച്ച് സമയം കൂടുതൽ നമസ്കാരങ്ങൾ നിർവഹിക്കുകയോ അല്ലെങ്കിൽ ദിക്റുകൾ ചൊല്ലുകയോ അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതൊരു വിരോധമുള്ള കാര്യമല്ല. എന്നാൽ ഈ സമയത്ത് പ്രത്യേകമായ ഒരു പുണ്യമുണ്ട്. ആ സമയത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ആ സമയത്ത് ദിക്റ് ചൊല്ലിയാൽ, ആ സമയത്ത് ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകമായ പുണ്യം ലഭിക്കും എന്ന ഉദ്ദേശത്തോടു കൂടി അയാളത് ചെയ്യുകയാണെങ്കിൽ അതിന് പ്രാമാണികമായ തെളിവുകൾ നമുക്ക് ആവശ്യമാണ്. അപ്പം അത് പരിശോധിക്കുമ്പോൾ മഗ്‌രിബിൻ്റെയും ഇശാൻ്റെയും ഇടയിൽ ഒരു പ്രത്യേകമായ പുണ്യമുള്ള സമയമാണ്, അല്ലെങ്കിൽ ആ സമയത്ത് ചെല്ലുന്ന ഇബാദത്തുകൾക്ക് ഒരു പ്രത്യേക പുണ്യമുണ്ട് എന്ന് തെളിയിക്കുന്ന ഹദീസുകളോ മറ്റു പ്രമാണങ്ങളൊന്നും സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. എന്നാൽ സുബഹിൻ്റെ ശേഷം അതുപോലെ തന്നെ അസറിന് ശേഷമുള്ള സമയം, വൈകുന്നേരങ്ങളിലും രാവിലെയുള്ള സമയങ്ങളിലും ദിക്റുകൾ ചെല്ലാൻ അത്രയും നിയമമാക്കപ്പെട്ട സമയമാണ് എന്ന് ഹദീസിൽ കാണാം. വിശുദ്ധ ഖുർആനിലൊക്കെ കാണാൻ സാധിക്കും. ഹീന തുംസൂൻ, അതുപോലത്തെ ഹീന തുസ്ബിഹൂൻ, അള്ളാഹുവിനെ നിങ്ങൾ സ്മരിക്കേണ്ട ദിക്റുകൾ ചെല്ലേണ്ട സമയത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുമ്പോൾ കാണാൻ സാധിക്കും. വൈകുന്നേര സമയങ്ങളിലും അതുപോലെ തന്നെ രാവിലെയുള്ള സമയങ്ങൾ എന്ന് പറഞ്ഞാൽ സുബഹി നമസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം, ആ സമയം വളരെ പുണ്യകരമായിട്ട് നമുക്ക് ദിക്റുകൾ ചെല്ലാൻ വേണ്ടി പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ അസർ നമസ്കാരത്തിന് ശേഷം മഗ്‌രിബ് വരെയുള്ള സമയം പ്രത്യേകം ദിക്റുകൾ, അദ്കാർ സ്വബാഹ് വൽ മസാ എന്ന് പറയുന്ന ഡെയിലി ചെയ്യേണ്ട ദിക്റുകളൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക സമയമായിട്ട് പഠിപ്പിക്കപ്പെട്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ സുബഹി നമസ്കാരത്തിന് ശേഷം സൂര്യോദയം വരെയുള്ള സമയം, രാവിലത്തെ സമയത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ബർക്കത്തുള്ള സമയമാണെന്ന് പറഞ്ഞു. ബൂരിക ഫി ഉമ്മത്തി ഫി ബുക്കൂരിഹ, പ്രഭാതത്തിൻ്റെ സമയത്തിൽ എൻ്റെ ഉമ്മത്തിന് ബർക്കത്ത് ചൊരിയപ്പെട്ട സമയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് സമയങ്ങളിൽ പ്രത്യേകം ദിക്റ് ചെല്ലുന്നത് നിയമമാക്കപ്പെട്ടതായിട്ട് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രഭാത സമയത്തിന് പ്രത്യേക പുണ്യമുള്ളതായി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. എന്നാൽ മഗ്‌രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിൽ ഇതുപോലെയുള്ള പ്രത്യേകമായൊരു ദിക്റ് ചെല്ലുന്നത് അല്ലെങ്കിൽ ആ സമയത്ത് ഇബാദത്ത് ചെയ്യുന്നത് പ്രത്യേകം പുണ്യമാണ് എന്ന് പറയുന്ന ഹദീസുകളോ അല്ലെങ്കിൽ അത്തരം റിപ്പോർട്ടുകളൊന്നും സ്വഹീഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു തആല ആലം. ബാറക്കല്ലാഹു ഫീക്ക്. അൽഹംദുലില്ലാഹ്, കൃത്യമാണ്. ഫൈസൽ മദീനി, ഇനി മറ്റൊരു ഫീഡ്ബാക്കിലൂടെ വന്ന ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇൻഷാ അല്ലാഹ്, അല്ലേ? ഇസ്ലാമിലെ വലിയൊരു പുണ്യമുള്ള ഒരു കർമ്മമാണല്ലോ ഹഖീഖ അറുക്കുക എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. എൻ്റെ ഉപ്പ എനിക്ക് ചെറുപ്പത്തിൽ ഹഖീഖ അറുത്തിരുന്നില്ല. എന്നാൽ ഞാൻ വലുതായതിന് ശേഷമാണ് ഉപ്പ 2 ആടിനെ അറുത്തത്. ഞാനാണ് ആടുകളെ അറുത്തത്. ആദ്യമായിട്ടാണ് അറവ് നടത്തുന്നത്. അറുക്കുമ്പോൾ ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറയണമെന്ന് കേട്ടിരുന്നു. പക്ഷേ ആ സമയത്തത് പറയാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ചെയ്ത ഹഖീഖ അള്ളാഹു സ്വീകരിക്കില്ലേ എന്നാണ് ഈ ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് നമുക്ക് ആ ഒരു ശ്രോതാവിനോട് പറയാനുള്ളത്? അൽഹംദുലില്ലാഹ്, വളരെ നല്ല സൂക്ഷ്മതയുടെ ഭാഗമായിട്ടുള്ളൊരു ചോദ്യമാണ് സഹോദരൻ ചോദിച്ചിട്ടുള്ളത്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പിതാവ് മകന് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട അല്ലെങ്കിൽ ഒരു പിതാവിൽ നിന്ന് മകന് കിട്ടേണ്ട അവകാശങ്ങളിൽ പെട്ടതാണ് ഹഖീഖ അറുക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു ആൺകുട്ടിയാണെങ്കിൽ 2 ആടിനെ അറുക്കുക, ഒരു പെൺകുട്ടിയാണെങ്കിൽ 1 ആടിനെ അറുക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പിതാവ് മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട കടമയായി ബാധ്യതയായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അറുക്കാൻ പറ്റാത്തൊരു സാഹചര്യം, സാമ്പത്തികമായിട്ടുള്ള പ്രയാസം, അത് നിർവഹിക്കാൻ ഒരു നിലക്കും സാധിക്കാത്തൊരു സാഹചര്യമാണ് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ അയാൾക്ക് ഈ കുഞ്ഞിന് ഇത് അറുക്കാൻ എപ്പോഴാണോ സാധിക്കുന്നത് ആ സമയത്ത് അത് അറുക്കാം. 7ൻ്റെ അന്ന് അറുക്കുക എന്നുള്ളത് പ്രത്യേകം പുണ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി അന്ന് അറുക്കാൻ അയാളുടെ കയ്യിൽ സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ എപ്പോഴാണോ അയാൾക്കതിന് സാധിക്കുന്നത് ആ സമയത്തൊക്കെ ഈ പിതാവിന് മക്കൾക്ക് വേണ്ടി അറിവ് നടത്തി കൊടുക്കാവുന്നതാണ്. പ്രായപൂർത്തിയായതിനു ശേഷവും വേണമെങ്കിൽ അറുക്കാം. ഇനി ഒരാൾക്ക് അതിന് സാധിച്ചില്ലെങ്കിൽ സ്വയം പ്രായപൂർത്തിയായതിനു ശേഷം
സാമ്പത്തികമായ ഒരു വരുമാനവും അതുപോലെ തന്നെ അക്കീക്കത്ത് അറുക്കാൻ എൻ്റെ ഉപ്പ എനിക്ക് അറുത്തിട്ടില്ല എന്ന് തിരിച്ചറിയുമ്പോൾ ഇപ്പാക്കത് കഴിയാത്തത് കൊണ്ടാണെന്ന് തോന്നുമ്പോൾ എനിക്കത് അറക്കാൻ സാധിക്കുമെങ്കിൽ സ്വന്തത്തിന് വേണ്ടിയിട്ടും അക്കീക്ക അറുക്കാവുന്നതാണ്. അതും സ്വഹീഹായിട്ട് നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്താലും ആ ഒരു ബാധ്യത വീടുകയും ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ സഹോദരൻ ചോദിച്ചിരിക്കുന്ന ചോദ്യം, അക്കീക്ക അറക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയാതെ അല്ലെങ്കിൽ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് അറിവ് നടത്തുക എന്നുള്ളത് അറിവിൻ്റെ സമയത്ത് പറയേണ്ട സുന്നത്തായ ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരാൾ അറക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ പറയാൻ മറന്നുപോയി എന്നുള്ളത് കൊണ്ട് ആ അറിവിനെ അത് ബാധിക്കുകയോ ആ അക്കീക്ക സ്വീകരിക്കപ്പെടാതിരിക്കുകയോ ചെയ്യുന്നില്ല. കാരണം അത് പൂർണ്ണമായ രൂപത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഉദ്ദേശത്തോടുകൂടി നിയത്തോടുകൂടി അയാൾ അറിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയും അയാളതിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ആ ബാധ്യത അവിടെ കൂടുകയും ചെയ്യും. പിന്നെ ബിസ്മില്ലാ ചെല്ലുക എന്നുള്ളത് അറിവിൻ്റെ സമയത്ത് സുന്നത്താക്കിപ്പെട്ട അതിൻ്റെ മര്യാദയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യമാണ്. അപ്പോൾ അറിയുമെങ്കിൽ മനഃപൂർവ്വം നമ്മളത് ഒഴിവാക്കാൻ പാടില്ല, അത് ചെയ്യേണ്ടതാണ്. മറന്നുപോയി കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയും, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീന ഔ അഖ്തഅനാ. നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന, അബദ്ധത്തിൽ ചെയ്തു പോകുന്ന കാര്യങ്ങൾ, മറന്നുകൊണ്ട് ചെയ്തു പോകുന്ന കാര്യങ്ങൾ, ഇതിൻ്റെ പേരിൽ ഇനി ഞങ്ങൾ പിടികൂടരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അറിയാതെ ചെയ്തു പോകുന്ന, മറന്നു പോകുന്ന കാര്യങ്ങൾക്ക് നമുക്കൊരിക്കലും ശിക്ഷ ലഭിക്കുകയില്ല എന്നുള്ളതും പിന്നെ ഒരു സുന്നത്തായ ഒരു ആദാബ് മാത്രമാണ് ഇവിടെ നഷ്ടപ്പെടുന്നത് എന്നുള്ളത് കൊണ്ടും അക്കീക്കയുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു ബിസ്മി ചെല്ലാൻ അയാൾ മറന്നുപോയി എന്നുള്ളത് കൊണ്ട് ആ അക്കീക്കയെ അത് ബാധിക്കുകയോ അതിൻ്റെ പ്രതിഫലം അയാൾക്ക് ലഭിക്കാതിരിക്കുകയോ ആ ഒരു ബാധ്യത വീടാതിരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വല്ലാഹു തആല അഅലം. ബാറക്കല്ലാഹു ഫീക്ക്, ജസാക്കമുല്ലാഹു ഖൈറ. നമ്മൾ സാധാരണ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കാറുണ്ട്. ഫൈസൽ മദീനിയുടെ സംസാരത്തിൻ്റെ ഏറ്റവും ആദ്യത്തിൽ പറഞ്ഞതുപോലെ ഒരു പിതാവിന് തൻ്റെ മകന് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യത്തിൽപ്പെട്ട ഒരു വലിയൊരു പുണ്യകർമ്മം തന്നെയാണ് അക്കീക്ക അറുക്കുക എന്നുള്ളത്. അൽഹംദുലില്ലാ ആ ഒരു വിഷയത്തിൽ നല്ലൊരു കൃത്യമായ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. ഫൈസൽ മദീനി, നമുക്ക് മറ്റൊരു ശ്രോതാവിൻ്റെ ഒരു ചോദ്യത്തിലേക്ക് ഇൻഷാ അല്ലാ കിടക്കാം. വിത്ർ നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടെന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. സൂറത്തുൽ അഅല മുഴുവനായും ഓതണോ എന്നാണ് ചോദിക്കുന്നത്. വിത്ർ നമസ്കാരത്തിൽ സൂറത്തുൽ അഅല പൂർണ്ണമായും ഓതണോ എന്നാണ് ഈ ശ്രോതാവിൻ്റെ ചോദ്യം. വിത്ർ നമസ്കാരത്തിൽ അതുപോലെ തന്നെ പ്രത്യേകമായ ചില നമസ്കാരങ്ങൾ, ആ നമസ്കാരങ്ങളിലൊക്കെ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട ചില സൂറത്തുകളുണ്ട്. നമുക്ക് ഏത് സൂറത്തുകളും നമ്മൾ ഏത് നിസ്കാരത്തിലും നമുക്ക് പാരായണം ചെയ്യാം. എന്നാൽ ചില പ്രത്യേക നമസ്കാരങ്ങളിൽ ചില സൂറത്തുകൾ പ്രത്യേകമായി പാരായണം ചെയ്യുന്നതിന് പുണ്യമുണ്ട്, അത് പ്രത്യേകം സുന്നത്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. സുബഹി നമസ്കാരത്തിൻ്റെ സുന്നത്ത് നമസ്കാരത്തിൽ ഇപ്പോൾ നമ്മൾ കുല്ലിയായുൽ കാഫിറൂന് ആദ്യത്തെ റക്അത്തിൽ, രണ്ടാമത് കുല്ലു അല്ലാഹു അഹദ് ഊദ്, ഇതൊക്കെ പറയുന്നത് പോലെ ഇവിടെ വിത്ർ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ ആ 3 റക്അത്ത് നമ്മൾ ഓതുന്ന സന്ദർഭത്തിൽ ആദ്യത്തെ റക്അത്തിൽ സൂറത്ത് ആല, രണ്ടാമത്തേത് സൂറത്ത് ഇഖ്ലാസ് കാഫിറൂൻ, മൂന്നാമത്തേത് സൂറത്ത് ഇഖ്ലാസ്, ഇങ്ങനെ ഓതാം. അപ്പോൾ ആ ഓതുന്ന സന്ദർഭത്തിൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ ആ സൂറത്ത് പൂർണ്ണമായി ഓതുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം സൂറത്തിൽ അല പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സൂറത്തിൻ്റെ പകുതിയിൽ നിന്ന് ആ സൂറത്ത് തന്നെ ഓതണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഖുർആനിൽ നിന്ന് ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും പാരായണം ചെയ്യാം. ഏത് സ്ഥലത്തു നിന്നും ഏത് സൂറത്തുകളും ഏത് നിസ്കാരത്തിൽ നമുക്ക് പാരായണം ചെയ്യാം. അപ്പോൾ സൂറത്ത് വിത്തറിലാണെങ്കിലും സൂറത്തിൽ അല തന്നെ പാരായണം ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേറെ സൂറത്തുകളും വേണമെങ്കിൽ നമുക്ക് പാരായണം ചെയ്യാം. പക്ഷേ ഈ സൂറത്തിൽ അല പാരായണം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അതിന് പ്രത്യേകമായ പുണ്യമുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു പുണ്യം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ സൂറത്ത് പൂർണ്ണമായി നമ്മൾ പാരായണം ചെയ്യണം. ഇനി നമുക്ക് ആ സൂറത്ത് പൂർണ്ണമായും പാരായണം ചെയ്യാൻ പറ്റാത്ത ഒരു രൂപത്തിലാണെങ്കിൽ ചെറിയ സൂറത്തുകൾ നമുക്ക് ഓതാം, അത് അനുവദനീയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ആ സുന്നത്തിൽ നിന്നുള്ള പ്രതിഫലം നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത് എങ്കിൽ ആ സുന്നത്തിൽ എന്താണോ ചെയ്യാൻ പറഞ്ഞത് അത് പൂർണ്ണമായി ചെയ്യുമ്പോഴാണ് ആ പ്രതിഫലം നമുക്ക് പൂർണ്ണമായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ സൂറത്തുൽ അഅല വിത്ർ നമസ്കാരത്തിൽ നമ്മൾ ഓതുമ്പോൾ അത് പൂർണ്ണമായും ചെയ്യുക എന്നത് തന്നെയാണ് ഹദീസിനോട് കൂടുതൽ യോജിച്ച് വരുന്നത്. അതുകൊണ്ട് ആ സൂറത്തുകൾ മുഴുവനും പൂർണ്ണമായി ചെയ്യുമ്പോൾ മാത്രമാണ്
അതിൻ്റെ പരിപൂർണമായ പ്രതിഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു തആല ആലം. അൽഹംദുലില്ലാ. കർമ്മങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നതുപോലെ തന്നെ ചെയ്യാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഫൈസൽ മദീനി മറ്റൊരു ഫീഡ്ബാക്കിലൂടെ വന്ന ചോദ്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. വിത്തറുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. തറാവീഹിൻ്റെ അവസാനം വിത്തർ 3-ാം റക്അത്തിലെ ഇരുത്തം തവറുക്കിൻ്റെ ഇരുത്തമാണോ അതോ ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണോ എന്നാണ് ഈ ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. വിത്തറുമായി ബന്ധപ്പെട്ട ഈ ഒരു സംശയത്തിന് നമുക്ക് എന്താണ് ശ്രോതാവിനോട് പങ്കുവെക്കാനുള്ളത്? നമസ്കാരത്തിൽ അതിൻ്റെ അവസാനത്തിൽ ഇരിക്കുന്ന ഇരുത്തം 2 രൂപത്തിലുള്ള ഇരുത്തമുണ്ട്. ഒന്ന് തവറുക്കിൻ്റെ ഇരുത്തം എന്ന് പറയും, രണ്ടാമത്തത് ഇഫ്തിറാഷിൻ്റെ ഇരുത്തം എന്ന് പറയും. ഇഫ്തിറാഷിൻ്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടത്തെ കാല് വിരിച്ച് വെച്ചിട്ട് അതിലിരിക്കുകയും വലത്തെ കാല് ഇങ്ങനെ നാട്ടി വെക്കുകയും ചെയ്യുന്ന ഇരുത്താണ്. തവറുക്ക് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലേക്ക് ഇരുന്നിട്ട് കാല് ഇങ്ങനെ സൈഡിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ചന്തി നിലത്താകുന്ന രൂപത്തിൽ ഇരിക്കുന്ന ഇരുത്താണ്. ഇത് രണ്ടിനും 2 സന്ദർഭങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഫർള് നമസ്കാരങ്ങളാകട്ടെ സുന്നത്ത് നമസ്കാരങ്ങളാകട്ടെ 2 തശഹുദ് വരുന്ന നമസ്കാരങ്ങളാണെങ്കിൽ അതിൽ 1-ാമത്തെ തശഹുദിൽ നമ്മൾ ഇഫ്തിറാഷിൻ്റെ ഇരുത്തവും 2-ാമത്തെ തശഹുദിൽ തവറുക്കിൻ്റെ ഇരുത്തവുമാണ് ഇരിക്കേണ്ടത്. ഇനിയിപ്പോൾ 2 റക്അത്തിൽ അവസാനിക്കുന്ന സൂറത്തുകൾ നമസ്കാരങ്ങളാകട്ടെ സുബഹി നമസ്കാരം പോലെ, അതുപോലെ തന്നെ റവാത്തിബ് സുന്നത്തുകൾ നമസ്കരിക്കുന്നത് പോലെ തഹിയ്യത്ത് നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ നമസ്കരിക്കുമ്പോൾ 2 റക്അത്തിൽ അവസാനിക്കുന്ന നമസ്കാരങ്ങൾ, അത്തരം നമസ്കാരങ്ങൾ നമസ്കരിക്കുമ്പോൾ അതിലൊരു തശഹുദേ ഉള്ളൂ. ആ തശഹുദ് ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് നമ്മളിവിടെ ഇരിക്കേണ്ടത്. ഇവിടെ സഹോദരൻ ചോദിച്ചിരിക്കുന്നത് വിത്തറുമായി ബന്ധപ്പെട്ടിട്ടാണ്. വിത്തർ നമുക്ക് 1 റക്അത്ത് നമസ്കരിക്കാം, അതുപോലെ തന്നെ 3 റക്അത്ത് നമസ്കരിക്കാം. ഈ 3 റക്അത്ത് 2 രൂപത്തിൽ നമുക്ക് നമസ്കരിക്കാം. ഒന്ന് 2 റക്അത്ത് നമസ്കരിച്ച് സലാം വീട്ടിയതിന് ശേഷം 1 റക്അത്ത് ഒറ്റയായിട്ട് നമസ്കരിക്കുക, അതല്ലെങ്കിൽ 3 റക്അത്ത് ഒന്നിച്ച് നമസ്കരിക്കുക, ഒരൊറ്റ തശഹുദിൽ നമസ്കരിക്കാം. മഗ്രിബ് നമസ്കാരത്തോട് സാദൃശ്യപ്പെടുന്ന രൂപത്തിൽ 2-ാമത്തെ റക്അത്തിൽ തശഹുദിൽ ഇരുന്നു കൊണ്ട് എഴുന്നേറ്റിട്ടുള്ള ഒരു രീതി ആ നമസ്കാരത്തിന് വേണ്ടി പഠിപ്പിക്കപ്പെട്ടില്ല. അങ്ങനെ നമസ്കരിക്കാൻ പാടില്ല വിത്തർ. ഒന്നുകിൽ 2-ാമത്തെ റക്അത്തിൽ എന്ത് ചെയ്യാം, സലാം വിട്ടുക, അതല്ലെങ്കിൽ 3 റക്അത്ത് ഒറ്റ തശഹുദിൽ 2-ാമത്തെ റക്അത്തിൽ ഇരിക്കാതെ എഴുന്നേറ്റിട്ട് 3-ാമത്തത് പൂർത്തിയാക്കിയിട്ട് അവസാനത്തിൽ തശഹുദ് ചെയ്യാം. അപ്പോൾ ഇവിടെ 2-ാമത്തെ റക്അത്തിൽ അയാൾ സലാം വീട്ടിയിട്ട് 1 റക്അത്ത് നമസ്കരിക്കുന്ന രൂപത്തിൽ നമസ്കരിക്കുകയാണെങ്കിലും ഈ 2 നമസ്കാരത്തിലും ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. കാരണം ആ 2 റക്അത്ത് നമസ്കാരം എന്ന് പറയുമ്പോൾ 2-ാമത്തെ റക്അത്താണ്. അപ്പോൾ അവിടെ നമ്മൾ ഇഫ്തിറാഷിൻ്റെ ഇരുത്തിരിക്കണം. ഇനി 1 റക്അത്ത് ഒറ്റയ്ക്ക് നമസ്കരിക്കുകയാണെങ്കിൽ അതിലും ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് അയാൾ ഇരിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ 3 റക്അത്ത് ഒന്നിച്ച് അയാൾ നമസ്കരിച്ചിട്ട് അതിൻ്റെ 3-ാമത്തെ റക്അത്തിൽ ഒരു തശഹുദോടുകൂടി അവസാനിക്കുന്ന രൂപത്തിലാണ് നമസ്കരിക്കുകയാണെങ്കിൽ അവിടെയും ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് നമ്മൾ ഇരിക്കേണ്ടത്. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് തവറുക്കിൻ്റെ ഇരുത്തം ഇരിക്കേണ്ടത് 2 തശഹുദുകൾ വരുന്ന നമസ്കാരത്തിൽ മാത്രമാണ്. അത് മഗ്രിബോ അല്ലെങ്കിൽ ദുഹർ, അസർ, അതുപോലെ തന്നെ ഇശ പോലെയുള്ള 4 റക്അത്തോ അല്ലെങ്കിൽ 3 റക്അത്തോ ഉള്ള 2 തശഹുദ് വരുന്ന നമസ്കാരങ്ങളിൽ മാത്രമാണ് അവസാനത്തെ റക്അത്തിൽ തവറുക്കിൻ്റെ ഇരുത്തം നിയമമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളൂ. അതല്ലാത്ത മറ്റ് നമസ്കാരങ്ങൾ 2 റക്അത്തുള്ളതായാലും 2-ൽ അവസാനിക്കുന്നതാണെങ്കിലും ഒറ്റ തശഹുദുള്ള ഏത് നമസ്കാരമാണെങ്കിലും, അത് വിത്തറാണെങ്കിലും മറ്റേത് നമസ്കാരങ്ങളാണെങ്കിലും ആ നമസ്കാരത്തിൽ ഒരു ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്, തവറുക്കിൻ്റെ ഇരുത്തമല്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാരെ വിശദീകരിച്ചിട്ടുള്ളത്, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വല്ലാഹു തആല ആലം. അൽഹംദുലില്ലാ, ജസാക്കല്ലാഹു ഖൈറ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാം ഇവിടെ തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം തുടങ്ങിയിട്ട് അരമണിക്കൂർ പിന്നിട്ടു. ഈ ഇസ്ലാമികമായ നമ്മുടെ ആശങ്കകൾ, സംശയങ്ങൾ, ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ ശ്രോതാക്കൾ ഫീഡ്ബാക്കിലൂടെ വന്നതാണ് നമ്മൾ കൂടുതൽ ഇവിടെ വായിക്കുന്നത്. ശ്രോതാക്കൾക്ക് കോൾ വിളിക്കാവുന്നതാണ്. 90-20-840 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. എന്നാൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ ഫീഡ്ബാക്കിലൂടെ സ്വാഭാവികമായും കോൾ ചെയ്യാൻ പലർക്കും പ്രയാസമുള്ളവർ ഒരുപക്ഷെ ഫീഡ്ബാക്കിലൂടെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇവിടെ ഡെസ്കിലുള്ള ചോദ്യങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് പ്രവേശിക്കാം. പലപ്പോഴും നമ്മളൊക്കെ പരസ്പരം മുസാഫഹത്ത് ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് പറയുമ്പോൾ മറുപടിയായി അൽഹംദുലില്ലാ എന്ന് പറയാറുണ്ട്. അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ അത് നബിചര്യയിൽ എന്തെങ്കിലും
അങ്ങനെ ഒരു മാതൃകയുണ്ടോ എന്നാണ് ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ആ ഒരു ശ്രോതാവിനോട് നമുക്ക് പറയാനുള്ളത് ഫൈസൽ മദീനി? തീർച്ചയായിട്ടും മാതൃകയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം തൊബറാനി അദ്ദേഹത്തിൻ്റെ മൂജമുൽ കബീറിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾ, അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളോട് ഇങ്ങനെ കൈഫ അസ്ബഹ്ത യാ ഫുലാൻ, എങ്ങനെയാണ് നേരം പുലർന്നത്, എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിക്കുന്ന സമയത്ത് അഹ്മദുല്ലാഹി ഇലൈക് യാ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാദല്ലദി അറത്തു മിക, ഇതാണ് ഞാൻ ഇങ്ങനത്തെ ഒരു മറുപടിയാണ് നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. ഈ ഹദീസിനെ അൽബാനി ഹസനാക്കിയതായിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വഹീഹയിൽ ഉദ്ധരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ അദബുൽ മുഫ്രദ് പരിശോധിച്ചാൽ അവിടെയൊക്കെ നമുക്ക് ധാരാളം ഹദീസുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. മുവത്തയിൽ ഇമാം മാലിക് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യനോട് അദ്ദേഹം സലാം പറഞ്ഞപ്പോൾ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അലൈക്കും സലാം എന്ന് പറഞ്ഞതിന് ശേഷം അയാളോട് ചോദിക്കുന്നുണ്ട് കൈഫ അൻത, നിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അയാൾ അഹ്മദുല്ലാ ഞാൻ ഇലൈക്ക് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പോൾ ഹാദല്ലദി അറത്ത മിൻക, ഞാൻ ഇതാണ് താങ്കളിൽ നിന്ന് പ്രതീക്ഷിച്ചത് എന്ന് പറയുന്ന ഹദീസ്, ഈ ഹദീസ് സ്വഹീഹാക്കിയിട്ടുണ്ട് ഇമാം അൽബാനി അദ്ദേഹത്തിൻ്റെ സ്വഹീഹ് അദബുൽ മുഫ്രദിൽ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്വഹീഹായ ഹദീസുകൾ തന്നെ പ്രമാണങ്ങളിൽ കാണാൻ സാധിക്കും. ഒരാൾ നമ്മോട് എന്താണ് അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുക, അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും അവന് ഖൈറായാലും ഷർറായാലും അള്ളാഹുവിനെ സ്തുതിക്കുന്ന ഒരു പ്രകൃതി അവൻ ഉണ്ടാകണം എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണല്ലോ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്നാണ് പറയാൻ വേണ്ടി നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരാൾ എന്താ അവസ്ഥ എന്ന് ചോദിച്ചാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പറയേണ്ടത് അൽഹംദുലില്ലാ എന്ന് തന്നെയാണ്. കാരണം അവൻ്റെ ജീവിതത്തിൽ എന്തായാലും അവന് ഖൈറാണ്. മാത്രമല്ല അങ്ങനെ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയണം എന്നുള്ളതിനും പ്രമാണങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളിൽ ചില ആളുകളോടൊക്കെ അങ്ങനെ ചോദിക്കുന്ന സന്ദർഭത്തിൽ അൽഹംദുലില്ലാ എന്ന് പറയുകയും അതിനെ നബി അങ്ങനെയാണ് പറയേണ്ടത് എന്ന് പറയുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതായ ഈ ഹദീസുകളും ഈ പിന്നെ പ്രമാണങ്ങളൊക്കെ നമുക്ക് സൂചിപ്പിച്ചു തരുന്നത് അങ്ങനെ ഒരാളോട് ചോദിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് മറുപടി പറയുക എന്നുള്ളത് പ്രാമാണികമായിട്ട് തന്നെ സ്ഥിരപ്പെട്ട കാര്യമാണ് എന്നത് തന്നെയാണ് നമുക്ക് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. അത് പിന്നെ ഹദീസിൽ വന്നിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണല്ലോ, ഖൈറായാലും ഷർറായാലും അള്ളാഹനെ സ്തുതിക്കുകയും അള്ളാഹുവിനെ വരമേൽപ്പിച്ചുകൊണ്ട് അതിൽ തൃപ്തി അടഞ്ഞുകൊണ്ട് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവേണ്ടത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണെന്നുള്ളതും സാന്ദർഭികമായി സൂചിപ്പിക്കേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് സൂചിപ്പിക്കാനുള്ളത് അല്ലാഹു തആല ആലം. അൽഹംദുലില്ലാ, ബറക്കല്ലാഹു ഫീക്ക്. നമ്മുടെ ഒരു ശ്രോതാവിൻ്റെ ഒരൊറ്റ ചോദ്യത്തോടു കൂടി നമ്മൾ ഇന്നേ വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അൽഹംദുലില്ലാ എന്ന വാക്കിൻ്റെ അതിൻ്റെ ഒരു എത്രത്തോളം വിലപ്പെട്ടൊരു വാക്കാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം അതിന് പ്രാധാന്യം നൽകിയിരുന്നു എന്നത് ഇവിടെ വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇതാണ് ഇത്തരം സംശയ നിവാരണ പ്രോഗ്രാമുകളുടെ പ്രസക്തി. നമ്മളൊരു ശ്രോതാവിൻ്റെ ചോദ്യത്തിനാണ് ഉത്തരം ഇവിടെ അലിജാബയിലൂടെ നൽകുന്നതെങ്കിലും ഒരുപാട് ആളുകൾക്കൊരു വെളിച്ചം കിട്ടുന്ന അവസരമാണ് ഉള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു ശ്രോതാവിൻ്റെ ഫീഡ്ബാക്ക് വഴി വന്ന ഒരു ചോദ്യത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്കിനി പ്രവേശിക്കാം. ഒരു ശ്രോതാവ് ഒരുപാട് ആശങ്കയോടുകൂടി ചോദിച്ചൊരു ചോദ്യമാണ്, ഖുർആൻ മറന്നുപോയാൽ നരകത്തിലാണല്ലോ, അപ്പോൾ ഇനി ഇബാദത്തുകൾ ചെയ്തിട്ട് കാര്യമില്ലേ? ഇങ്ങനൊരു ആശങ്കയുമായിട്ടാണ് ഒരു ശ്രോതാവ് നമ്മളോട് അലിജാബയിലേക്ക് അയച്ചിട്ടുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് അവൻ ജീവിക്കേണ്ടത്. അതങ്ങനെ തന്നെ ആവുമാണ്. ഒരു ദിവസം പോലും വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ ഖുർആനുമായി ബന്ധമില്ലാത്ത ഒരു ജീവിതം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. കാരണം വിശുദ്ധ ഖുർആനിനെ ഹജർ ചെയ്ത ആളുകളെക്കുറിച്ച് പറയുന്ന അതിൻ്റെ വ്യാഖ്യാനത്തിൽ തന്നെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാതിരിക്കുക, അത് മനപ്പാടാകാതിരിക്കുക, അതിൻ്റെ അർത്ഥം പഠിക്കാതിരിക്കുക, ഇതൊക്കെ ഹജറിൻ്റെ ഭാഗമായിട്ട് പണ്ഡിതന്മാർ എണ്ണിയതാണ്. എന്നാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടുണ്ട്, ഹിഫ്ളാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് മറന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? മുറാജ നടത്താത്തത് കൊണ്ടാണ്. അയാളത് പാരായണം ചെയ്യാതിരിക്കുകയും അത് പിന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കാതിരിക്കുകയും ചെയ്യാത്തത് കൊണ്ടാണ് അത് മറന്നു പോകുന്നത്. വിശുദ്ധ ഖുർആൻ ഒരു പ്രത്യേകത,
ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്നത് എന്നാണ് ഖുർആൻ എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഖുർആനിനെ നമ്മൾ ചേർത്ത് പിടിച്ചാൽ ഖുർആൻ നമ്മളെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. ആ ഖുർആനിനെ നമ്മൾ മാറ്റി വെച്ചാൽ ഖുർആൻ നമ്മളെ ഒഴിവാക്കും. നമ്മൾ ഖുർആൻ ഓതാതിരുന്നാൽ പഠിച്ച കാര്യങ്ങൾ ഖുർആൻ നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോകും. നമ്മളിങ്ങനെ ഓതിക്കൊണ്ട് അതിങ്ങനെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാലും അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യും. അതെപ്പോഴും ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്നാലും മറവി എന്നുള്ളത് മനുഷ്യ സഹജമാണ്. അപ്പോൾ ഒരാൾ പിന്നെ ഖുർആൻ മനഃപ്പാഠമാക്കി ഒരു പക്ഷേ ജീവിത തിരക്കുകൾ കാരണമോ അല്ലെങ്കിൽ ഓതാൻ പറ്റാത്തത് കാരണമോ അയാളത് മറന്നുപോയി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണവശാൽ ആ ഹിഫ്ളാക്കിയ പാഠഭാഗങ്ങൾ മറന്നുപോയി എന്നതുകൊണ്ട് അയാൾ നരകത്തിൽ പോവുകയോ അതുകൊണ്ട് അയാൾ ശിക്ഷിക്കപ്പെടുകയോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിചാരണയ്ക്ക് അയാൾ വിധേയമാക്കപ്പെടുകയോ ചെയ്യുകയില്ല. കാരണം മറവി എന്നുള്ളത് മനുഷ്യ സഹജമാണ്. മനുഷ്യൻ്റെ ഒരു വൈകാരികമായിട്ടുള്ളൊരു ഒരു രീതിയായിട്ട് അള്ളാഹു മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ തന്നെ പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ് മറന്നു പോവുക എന്നുള്ളത്. മറവി ചില സന്ദർഭത്തിൽ നമുക്കൊരു അനുഗ്രഹമായി മാറുകയും ചെയ്യാറുണ്ട്. വലിയ ദുരന്തങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് മറന്നു പോകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗതി നിർണ്ണയിക്കുന്നതിൽ അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അവിടെ മറവി ചിലപ്പോൾ അനുഗ്രഹമായി മാറും. ചില സന്ദർഭത്തിൽ മറവികൾ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ വിശുദ്ധ ഖുർആൻ മറന്നു പോകാൻ പാടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ നമ്മൾ പാടില്ല. ഇനി ഒരാൾ അങ്ങനെ അറിയാതെ മറന്നു പോയാലോ, ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ മറന്നു പോകുന്നതിൻ്റെ പേരിൽ അബദ്ധങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യത്തിൻ്റെ പേരിൽ അള്ളാഹു ഒരിക്കലും നമ്മളെ പിടികൂടുകയോ അതിൻ്റെ പേരിൽ നമ്മളെ ശിക്ഷിക്കുകയോ ചെയ്യുകയില്ല. അപ്പോൾ അതുകൊണ്ട് ആ സഹോദരനോട് സൂചിപ്പിക്കാനുള്ളത്, മറന്നുപോയി എന്നുള്ളത് കൊണ്ട് അയാൾ നരകത്തിൽ പോവുകയോ അയാളുടെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാതിരിക്കുകയോ അയാളുടെ പരലോക ജീവിതത്തിന് അതൊരു തടസ്സമായി മാറുകയോ ചെയ്യുന്നില്ല. എന്നാൽ അയാൾ അങ്ങനത്തെ ഒരു സാഹചര്യം ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അയാൾ മറക്കാതിരിക്കാൻ വേണ്ടി റിപ്പീറ്റ് ചെയ്യുകയും ഖുർആൻ എപ്പോഴും ഓതിക്കൊണ്ടിരിക്കുകയും ആ മറന്ന ഭാഗങ്ങൾ വീണ്ടും പഠിച്ചെടുത്തിട്ട് അത് മറക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് സഹോദരൻ മനസ്സിലാക്കേണ്ടത്. വല്ലാഹു തആല ആലം. ബറക്കല്ലാഹു ഫീക്ക്. അള്ളാഹു എത്ര കാരുണ്യവാനാണ്, എത്ര കരുണാനിധിയാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളാണ് അൽഹംദുലില്ലാഹ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മറ്റൊരു ഫീഡ്ബാക്കിലൂടെ വന്നൊരു ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഫൈസൽ മദീനി ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, ആ ഒരു ദിക്കർ അത് നമ്മൾ പ്രഭാത പ്രാർത്ഥനകളിലും പ്രദോഷ പ്രാർത്ഥനകളിലൊക്കെ ഉൾപ്പെടുത്തേണ്ടതാണോ, അതോ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്തെത്തുമ്പോഴോ, ലോഡ്ജ് അദ്ദേഹം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, ലോഡ്ജ് മുറി അതല്ലെങ്കിൽ പരിചയമില്ലാത്ത സ്ഥലം, അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ മാത്രമാണോ ചെല്ലേണ്ടത്? അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിലാണ് ഈ ഒരു ശ്രോതാവ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ് നമുക്ക് അദ്ദേഹത്തിന് ഒരു ക്ലാരിറ്റി കൊടുക്കാൻ പറ്റുക? ഇൻഷാ അല്ലാഹ്. അത് പിന്നെ ഔദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് പറയുന്ന പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ വേണ്ടി മശ്റൂ ആക്കപ്പെട്ട ദിക്റുകളിൽ ഉൾപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഒരാൾ രാവിലെ പ്രഭാതത്തിൻ്റെ സമയത്ത് ഹീന യുസ്ബിഹു, രാവിലെ പിന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, എന്നാൽ പിന്നെ ഔദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് 3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് തേളിൻ്റെ വിഷങ്ങൾ മറ്റുള്ളത് ഏൽക്കുകയില്ല എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വൈകുന്നേരം രാത്രിയാകുന്ന സമയത്ത് അയാൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭാതമാകുന്നത് വരെ ഒരു ഉപദ്രവവും അയാൾക്ക് ഉണ്ടാവുകയില്ല എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ രാവിലത്തെയും വൈകുന്നേരത്തെയും ദിക്റുകളിൽ അത് പിന്നെ 3 പ്രാവശ്യം വീതം ചൊല്ലാൻ വേണ്ടിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉൾപ്പെടുത്താം, അതിൽ ചൊല്ലാം. അതോടൊപ്പം തന്നെ ഈ ശ്രോതാവിടെ ചോദ്യകർത്താവ് ചോദിച്ചതുപോലെ തന്നെ നമ്മൾ ഒരു യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു അപരിചിതമായി നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ഇറങ്ങുകയാണെങ്കിൽ ആ ഇറങ്ങുന്ന സന്ദർഭത്തിൽ അവിടുത്തെ സാഹചര്യങ്ങൾ, അവിടുത്തെ അവസ്ഥകളൊന്നും നമുക്കറിയില്ല. അപ്പം അത്തരം സന്ദർഭങ്ങളിൽ ഒരാൾ അവിടെ ഇറങ്ങിയ സമയത്ത് ഔദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് പറഞ്ഞാൽ അയാളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് അയാളുടെ വാഹനത്തിൽ കയറി യാത്ര പോകുന്നത് വരെ ഒരു ഉപദ്രവവും പൈശാചികമായ ഉപദ്രവങ്ങളൊന്നും ഏൽക്കാതെ അയാൾ സംരക്ഷിക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 സന്ദർഭങ്ങളിലും അത് ചെല്ലാം, രാവിലെ ചെല്ലാം, വൈകുന്നേരം ചെല്ലാം. അതുപോലെ തന്നെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ നമ്മൾ ചെന്ന് ഇറങ്ങുന്ന സന്ദർഭത്തിൽ അത് ചൊല്ലിക്കൊണ്ട് ആ പ്രദേശത്ത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ചു പോകുന്നത് വരെ അള്ളാഹുവിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ പിശാചുകളിൽ നിന്നും മറ്റു ഉപദ്രവങ്ങളിൽ നിന്നുമുള്ള ഒരു സംരക്ഷണം ലഭിക്കും എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. ഈ 2 രൂപത്തിലും അത് ചെല്ലാവുന്നതാണ്, പ്രമാണങ്ങളിൽ അത് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു തആല. ബറക്കല്ലാഹു ഫീക്ക്.
അദ്കാറുകൾ നമ്മൾ ശീലമാക്കുന്നതോടൊപ്പം അതിൻ്റെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഓരോ അദ്കാറുകൾക്കും എത്രത്തോളം പ്രസക്തിയുണ്ട് അതിൻ്റെ അർത്ഥത്തിലേക്ക് പോകുമ്പോഴൊക്കെയാണ് അതിൻ്റെ ആ ഒരു അദ്കാറിൻ്റെ ഒരു ആഴം മനസ്സിലാവുന്നത്. നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ പ്രഭാത പ്രദോഷ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഫൈസൽ മദീനി, മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത് അദ്കാറുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഒരു ചോദ്യവും ചോദിച്ചിട്ടുള്ളത്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ദിവസവും എത്ര തവണ ചൊല്ലണം? ഒരാൾ 100 തവണ ചൊല്ലുന്നതായി കണ്ടു. 100 എന്ന എണ്ണം അത് ബിദ്അത്തല്ലേ എന്നാണ് ആ ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്താണ് അവരോട് പറയാം? സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള പരിപൂർണ നൽകുന്ന ഒരു പ്രാർത്ഥനയാണ്. അത് നമ്മൾ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ തൗബ ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റുകളെ ഏറ്റു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള ഒരു പ്രാർത്ഥനയാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ആ പ്രാർത്ഥന നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഒരു ദിവസം ചൊല്ലുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല. എന്നാൽ ഒരു ദിവസം 100 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് പ്രത്യേകമായിട്ട് അത് നിയമമാക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ദിവസം ഒരാളത് 100 തവണ ചൊല്ലണം എന്ന് പറയുന്നതിന് പ്രത്യേകമായി പ്രാമാണികമായ തെളിവുകളൊന്നും സ്വഹിയായി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ 100 തവണ ചൊല്ലണം എന്നുള്ളതിന് തെളിവുകളൊന്നും വന്നിട്ടില്ല. നമുക്ക് എത്ര തവണ വേണമെങ്കിലും ചെല്ലാം. ഒരു കൂലി കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു തൗബ എന്നുള്ള നിലയ്ക്ക് പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുന്ന സമയത്ത് നമുക്കത് ചെല്ലാവുന്നതാണ്. എന്നാൽ ഇസ്തിഗ്ഫാറുകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമായിട്ട് പഠിപ്പിക്കപ്പെട്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഹദീസിൽ കാണാൻ സാധിക്കും, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കണം. ഫഇന്നി അസ്തഗ്ഫിറു ഇലല്ലാഹ് വഅതൂബു ഇലൈഹി ഫിൽ യൗമി 100 മറ. വേറെ സ്ഥലത്ത് അക്സറു മിൻ 70 മറ, 70-ലധികം തവണ എന്നും ഒരു സ്ഥലത്ത് 100 തവണയോളം ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ഒരു ദിവസം നടത്താറുണ്ട് എന്നാണ്. അപ്പോൾ അവിടെ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മളെ മശ്റൂ ആക്കപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യം. അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള പ്രാർത്ഥന ഒരു ദിവസം 100 തവണ അതല്ലെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും നമുക്ക് ചെയ്യാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 തവണ അത് ചൊല്ലിയിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ 100 തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പ്രാർത്ഥിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. നമുക്കത് ചൊല്ലാവുന്നതാണ് ഒരു ദിവസം. എന്നാൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ആ രൂപത്തിൽ 100 തവണ വരിക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് 100 തവണ ചൊല്ലുന്നതിന് തെളിവുകൾ നമുക്ക് ലഭ്യമല്ല. എന്നാൽ ഇസ്തിഗ്ഫാറുകൾ അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ദുആ, ആ ഒരു ഇസ്തിഗ്ഫാറിൻ്റെ പ്രാർത്ഥന അത് നമുക്ക് 100 തവണ ഒരു ദിവസം ചൊല്ലാവുന്നതാണ്. ഒരു പക്ഷേ സഹോദരൻ അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള പ്രാർത്ഥന 100 തവണ ചൊല്ലുക എന്നുള്ളതിനെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ആയിട്ട് മനസ്സിലാക്കിയതാവാം. അല്ലാഹു തആല ആലം. ഏതായാലും ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു തആല ആലം. അൽഹംദുലില്ലാഹ്. ആ ഒരു ഭാഗം വളരെ കൃത്യമായി ഇവിടെ ഫൈസൽ മദീനി നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്, ജുമാ നമസ്കാരം പുരുഷന്മാർക്ക് ഫർളും സ്ത്രീകൾക്ക് സുന്നത്തും ആണ് എന്ന് പറഞ്ഞു കേൾക്കുന്നു. ഇത് ശരിയാണോ എന്നാണ് ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്താണ് അവരോട് പറയാം? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജുമാ നിർബന്ധമാണ്. ജുമാ മനഃപൂർവ്വം ഒരാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ വലിയ വാണിങ്ങുകൾ, ശക്തമായ താക്കീതുകളൊക്കെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, പുരുഷനെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തിയായ പിന്നെ യാത്രക്കാർക്ക് ജുമാ നിർബന്ധമല്ല. യാത്ര അതല്ലെങ്കിൽ നമുക്ക് ജുമയിൽ പങ്കെടുക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ശരഈയായ എന്തെങ്കിലും ഉദുറുകൾ, എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ അത് ഉള്ള ആളുകൾ ഒഴികെ മറ്റുള്ളവർക്കെല്ലാം ജുമായിൽ പങ്കെടുക്കുക എന്നുള്ളൊരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജുമായിൽ പങ്കെടുക്കുക എന്നുള്ളത് അനുവദനീയമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ത്രീകൾ പള്ളിയിലേക്ക് പോവുക എന്നുള്ളത്, അതുപോലെ തന്നെ ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് അവർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവരെ പിന്നെ വീട്ടിൽ വെച്ച് നമസ്കരിക്കാതെ ളുഹ്ർ നമസ്കാരത്തിന് പകരമായിട്ട് പള്ളിയിൽ ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കുകയും അവിടെയുള്ള ജുമാ കേൾക്കുക, ഖുതുബ കേൾക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ പുരുഷന്മാരെ ലഭിക്കുന്നത് പോലെ തന്നെയുള്ള ആ ജുമയിൽ പങ്കെടുത്തതിൻ്റെയും ഖുതുബയിൽ പങ്കെടുത്തതിൻ്റെയും ഒക്കെ പ്രതിഫലം അവർക്കും ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ജുമയിൽ പങ്കെടുക്കാവുന്നതാണ്. ജുമ അവർക്ക് അനുവദനീയമാണ് എന്നുള്ളതാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം
അവർക്ക് ജുമാ നിർബന്ധമായ ബാധ്യതയാണ്, ഒരിക്കലും അത് ഒഴിവാക്കാൻ പാടില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ളുഹർ നമസ്കരിച്ചാൽ മതിയായി, വീട്ടിൽ പിന്നെ ളുഹർ നമസ്കാരം നിർവഹിച്ചാൽ മതിയാകുന്നതാണ്. അവർക്ക് പള്ളിയിലേക്ക് പോകണമെന്ന് നിർബന്ധമില്ല, അവർക്ക് ജുമയിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ അവർക്ക് പോവുക എന്നുള്ളത്, പങ്കെടുക്കുക എന്നുള്ളത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, പ്രാമാണികമായി സ്ഥിരപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരു സഹോദരി പിന്നെ ളുഹർ ഒഴിവാക്കിയിട്ട് പള്ളിയിൽ പോയി ജുമാ നമസ്കരിച്ച് കഴിഞ്ഞാൽ ആ ജുമാ നമസ്കാരം ളുഹറിന് പകരമായി മാറുകയും അതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു തആല ആലം. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അൽ-ഇജാബ സംശയ നിവാരണം പ്രോഗ്രാം ഇവിടെ തുടരുകയാണ്. നമ്മൾ മറ്റൊരു ഫീഡ്ബാക്കിലോട് വന്ന ചോദ്യത്തിനാണ് ഇൻഷാ അല്ലാ ഫൈസൽ മദീനയോട് ചോദിക്കുന്നത്. ഓരോ ഫർദ് നമസ്കാരവും ആ നമസ്കാരത്തിന് ശേഷം 100 തവണ അർ-റഹ്മാൻ എന്ന് ചൊല്ലിയാൽ ഓർമ്മശക്തി വർദ്ധിക്കുകയും ഏകാഗ്രത ലഭിക്കുകയും ഹൃദയഭാരം ലഘൂകരിക്കപ്പെടുകയും ചെയ്യും. ഇത് സ്വഹീഹായ ഹദീസാണോ എന്നാണ് ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. ഇന്ന് സത്യം പറഞ്ഞാൽ ഈ ഓൺലൈൻ മീഡിയകൾ, ഇപ്പോൾ യൂട്യൂബുകളാകട്ടെ, ഫേസ്ബുക്കുകളാകട്ടെ, ഇൻസ്റ്റഗ്രാമുകളാകട്ടെ, റീലുകളാകട്ടെ, ഇതൊക്കെ വളരെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മതം പഠിക്കാൻ പലപ്പോഴും ഫത്വകളൊക്കെ, ഓൺലൈൻ ഫത്വകളെ അവലംബിക്കുന്ന എല്ലാവരും അവർക്ക് തോന്നുന്നതൊക്കെ ദീനിൻ്റെ കാര്യങ്ങളായിട്ട് ആളുകളെ ഇംപ്രസ് ചെയ്യിപ്പിക്കാനും ആളുകൾക്ക് ഭയങ്കരമായൊരു ഭക്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഇത്ര തവണ ചൊല്ലിയാൽ ഇന്നത് കിട്ടും, ഇത്ര തവണ ചൊല്ലിയാൽ ഇത്രത് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പല രൂപത്തിൽ ആളുകളെ, പിന്നെ പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ദീന് കൂടുതൽ പഠിക്കണം, കൂടുതൽ നന്മ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് ഇത്തരം പിന്നെ ചിന്തകൾ ഇടുന്ന രൂപത്തിൽ ധാരാളം ക്ലിപ്പുകളൊക്കെ നമുക്കിന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇബാദത്തുകൾ അഥവാ പുണ്യം തേടിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ അത് തഅബ്ബുദിയാണ്, അഥവാ അള്ളാഹുവിൽ നിന്ന് പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ടതായിരിക്കണം. അള്ളാഹ് പറയണം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു തരണം. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കാത്ത, അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാത്ത, വിശുദ്ധ ഖുർആനിലോ ഹദീസുകളിലോ സ്ഥിരപ്പെട്ടു വരാത്ത ഒരു കാര്യം, ആ കാര്യത്തിൽ പ്രത്യേകമായൊരു പുണ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ചെയ്താൽ അതിനെയാണ് നമ്മൾ ബിദ്അത്തുകൾ എന്ന് പറയാം. അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. മാത്രമല്ല, ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതൊരു അനാചാരമായി മാറും, അത് നരകത്തിലേക്ക് പോകാൻ കാരണമാകുന്നൊരു കാര്യമാകും എന്നത് അതും ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ അതിന് യാതൊരു പ്രതിഫലവും ലഭിക്കുകയും ചെയ്യുകയില്ല. ഇവിടെ ഫർദ് നമസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ എന്തൊക്കെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കാരണം ഓരോ ഇബാദത്തുകളും എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് രൂപത്തിൽ എന്തൊക്കെ അതിൽ പറയണം, അത് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ പഠിപ്പിച്ച കൂട്ടത്തിൽ അർ-റഹ്മാൻ എന്നുള്ളത് ഒരാൾ 100 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിന് സുഖം കിട്ടും, മനസ്സമാധാനം കിട്ടും എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള ഒരു ഹദീസും പ്രമാണങ്ങളിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അസ്തഗ്ഫിറുല്ലാഹ് 3 പ്രാവശ്യം പറയാം, അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം എന്നൊക്കെ പറയുന്ന ദിക്റുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം വീതം, പിന്നെ ആയത്തുൽ കുർസി ഓതുക, അതിനുശേഷം പിന്നെ മുഅവ്വദത്തൈനി, സൂറത്തുൽ ഇഖ്ലാസ്, ഇതൊക്കെ പ്രമാണങ്ങളിൽ വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് നമസ്കാരത്തിന് ശേഷം. ഇങ്ങനെ ഓരോന്നും വളരെ കൃത്യമായി പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരു ദിക്ർ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഗുണം കിട്ടുന്നൊരു ദിക്ർ നമസ്കാരത്തിന് ശേഷം ചൊല്ലിയാൽ കിട്ടുമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു തരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ട ദിക്റുകൾ പഠിപ്പിച്ച കൂട്ടത്തിൽ അതുണ്ടാവണം. പക്ഷേ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തൊരു കാര്യം ദീനിൻ്റെ പേരിൽ, എന്ത് പുണ്യത്തിൻ്റെ പേരിൽ ഒരാൾ ചെയ്താലും അത് അനാചാരമാണ്, മതത്തിലേക്ക് പുതുതായി ഉണ്ടാക്കിയതാണ്. അത് വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. അത്തരം അനാചാരങ്ങൾ മുഴുവനും നരകത്തിലേക്കാണ് മനുഷ്യരെ കൊണ്ടെത്തിക്കുക. അപ്പോൾ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യും, പക്ഷെ അത് ആ പുണ്യത്തെക്കാൾ ഉപരി ദോഷമായിരിക്കും നമുക്കുണ്ടാവുക എന്നാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ ധാരാളം കാര്യങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ. പരലോകത്ത് ഏറ്റവും നഷ്ടകാരികളായി നരകത്തിൽ പോകുന്ന ഒരു വിഭാഗം ആളുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ്,
അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അമലുകൾ മുഴുവനും നഷ്ടപ്പെട്ടു പോയി. കാരണം വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, അവർ ചെയ്ത കാര്യങ്ങളൊക്കെ നല്ലതാണ് എന്ന രൂപത്തിൽ, പുണ്യം കിട്ടുന്നതാണ് എന്ന രൂപത്തിലാണ് അവർ ചെയ്തു കൂട്ടിയത്. എന്നാൽ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതോ അല്ലെങ്കിൽ അള്ളാഹു പഠിപ്പിച്ചതോ ആയ പ്രാമാണികമായ തെളിവുകളുടെ യാതൊരു പിൻബലവുമില്ലാതെ അയാൾക്കത് നല്ലതാണ് എന്ന് തോന്നി അയാളത് ചെയ്തു എന്ന രൂപത്തിലായതുകൊണ്ട് അത് പരലോകത്ത് ഉപകാരപ്പെടാതെ എല്ലാം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിൽ അയാൾ നരകത്തിലേക്ക് പോകേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനിൻ്റെ പേരിൽ അത് എന്ത് തന്നെ ആയാലും, അത് ദിക്റാകട്ടെ, ഖുർആൻ പാരായണമാകട്ടെ, ഖുർആൻ പിന്നെ എന്തെങ്കിലും നമസ്കാരങ്ങളാകട്ടെ, എന്ത് തന്നെയായാലും ശരി, അത് പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ദീനിൻ്റെ പേരിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് പ്രമാണത്തിൻ്റെ പിൻബലം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കണം. കാരണം എന്തെങ്കിലും ഒരു നന്മ സ്വർഗത്തിലേക്ക് പോകാനുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്നതും നരകത്തിൽ നിങ്ങൾ അകറ്റുന്നതുമായി ഒന്നും നിങ്ങളോട് പറയാതെ ഞാൻ വിട്ടിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മാത്രമല്ല, എന്തെങ്കിലും ഒരു കാര്യം പുണ്യമാണ് എന്ന് അറിഞ്ഞിട്ടും ആ പുണ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചവനാണ് എന്ന് നമ്മൾ പറയുകയാണ്. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹ് പറഞ്ഞത് ബല്ലിഗ് മാ ഉൻസില ഇലൈക എന്നാണ്. എന്തൊക്കെ നന്മകളുണ്ട് അതൊക്കെ അള്ളാഹ് നബിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് അള്ളാഹു നബിയോടും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നബി ആ ഒരു നന്മ നമുക്ക് പറഞ്ഞു തന്നില്ല എന്ന് പറഞ്ഞാൽ നബി തൻ്റെ പ്രവാചകത്വത്തിൽ വഞ്ചന കാണിച്ചു എന്നുള്ള ഒരു വാദമാണ് അവിടെ ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രവാചകനെ കള്ളനാക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ വാദം എത്തിപ്പെടുന്നു എന്നുള്ളത് വളരെ ഗൗരവമാണ്. അതുകൊണ്ട് ഓൺലൈൻ മീഡിയകളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ ഇത്തരം കാര്യങ്ങൾ പറയുന്ന ആളുകളോട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, ദീനിൽ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെടാത്ത ഇത്തരം ദിക്റുകളൊക്കെ ആളുകളെ ഇംപ്രസ് ചെയ്യിപ്പിക്കാനും അതുപോലെ തന്നെ റീച്ചുകൾ വർദ്ധിപ്പിക്കാനും സബ്സ്ക്രൈബുകൾ കൂട്ടാനും പിന്നെ അതിലൂടെ പൈസ കിട്ടാനും പണം സമ്പാദിക്കാനും ഒക്കെയായി ഇത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു തെറ്റ് നിങ്ങൾ മാത്രമല്ല, അത് എത്ര ആളുകൾ അത് കാണുകയും അവരുടെ ജീവിതത്തിൽ അത് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെല്ലുകയും പിന്നെ അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടോ, ലോകാവസാനം വരെ അതിൻ്റെ ശിക്ഷ ആ തെറ്റ് ചെയ്യാൻ അത് തുടക്കം കുറിച്ച ആളുകൾക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് എത്ര വലിയ അപകടമാണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ പരലോകത്തെ നഷ്ടപ്പെടുന്ന കാര്യമാണ് ചെയ്യുന്നത് എന്നുള്ളത് കളിക്കാനുള്ള ഒരു കുട്ടിക്കളിയല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പ്രമാണങ്ങളിൽ സ്ഥിരപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ ജനങ്ങളോട് പറയാൻ പാടില്ല, നമ്മളത് ചെയ്യാൻ പാടില്ല. ഇനി അഥവാ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ പ്രമാണത്തിൻ്റെ പിൻബലമില്ല എങ്കിൽ അത്തരം കാര്യങ്ങൾ സ്വീകരിക്കാനും ഒരു വിശ്വാസിക്ക് പാടില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് സൂചിപ്പിക്കാനുള്ളത്. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണിത് എന്നുള്ളത് കൂടി സന്ദർഭത്തിൽ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ വളരെ കൃത്യമായി മനസ്സിലാക്കാനും അത് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനും ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം തന്നെ പ്രമാണവിരുദ്ധമായ കാര്യങ്ങൾ എന്തൊക്കെ തന്നെ ഓഫറുകളായിട്ട് ആളുകൾ വന്ന് നമ്മുടെ മുമ്പിൽ പറഞ്ഞാലും അതിനെയെല്ലാം ധൈര്യത്തോടെ ഒഴിവാക്കി തിരസ്കരിച്ച് അതിൽ നിന്ന് വിട്ടു നിൽക്കുവാനുമുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു തആല ആലം. അൽഹംദുലില്ലാഹ്, ബാറക്കല്ലാഹു ഫീക്ക്, ജസാക്കല്ലാഹു ഖൈറ. കള്ളനാണയങ്ങളെ തിരിച്ചറിയാനുള്ള നല്ലൊരു വഴിയാണ് ഇതൊക്കെ. നമ്മൾ നന്മയാണെന്ന് കരുതി ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്ന ഓരോ കർമ്മവും അത് നന്മയാണോ എന്ന് തിരിച്ചറിയാൻ പീസ് റേഡിയോയിലെ അൽ-ഇജാബ ഇത്തരം പ്രോഗ്രാമുകളിലൂടെ നമുക്കൊരുപാട് ക്ലാരിറ്റികൾ കിട്ടുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. ഫൈസൽ മദീനി, നമ്മൾ ഒരുപാട് ഫീഡ്ബാക്ക് ചോദ്യങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഒരു കോളർക്ക് കൂടി അവസരം കൊടുക്കേണ്ടതുണ്ടല്ലോ ഒരു ലൈവ് പ്രോഗ്രാം ആകുമ്പോൾ. ഇൻഷാ അല്ലാഹ് ഒരു കോളർ നമ്മളോടൊപ്പം ഉണ്ട്, അദ്ദേഹത്തിനൊരു അവസരം കൊടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പീസ് റേഡിയോ അൽ-ഇജാബയിലേക്ക് ആരാ വിളിച്ചിട്ടുള്ളത്? പേരൊക്കെ പറഞ്ഞ് ഉസ്താദിനോട് ചോദിച്ചോളൂ. എനിക്ക് മഗ്‌രിബ് ഇശാവും ജമാഅത്തിന് വിഷയത്തിലെ സംശയം. അത് ഇന്നലെ എന്റെ സുഹൃത്തിനും എനിക്കും നിസ്കാരം ജമാഅത്ത് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇശാവിന്റെ ജമാഅത്തും സുഹൃത്തിന് മഗ്‌രിബ് ഇശാവും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ദൂരക്കാർക്ക് കാരണം. അപ്പൊ ഞാൻ ഇശായാണ് നിസ്കരിച്ചത്, സുഹൃത്ത് കൂടെ മഗ്‌രിബ് ജമാഅത്ത്. അപ്പോ ഇശാ നിസ്കരിച്ച് കൂടെ തന്നെ സുഹൃത്ത് മറന്നിട്ട് പിന്നെ മഗ്‌രിബ് നിസ്കരിക്കുന്നതിന് പകരം ഇശാവിന്റെ കൂടെ മുഴുവനാക്കി ചെയ്തു. അപ്പൊ അതിന്റെ ബഹുവ് എങ്ങനെയായിരുന്നു നിസ്കരിക്കുന്നത്? അത് അങ്ങനെ തന്നെയാണോ ജന്മാക്കേണ്ടത്, അങ്ങനെ നിസ്കരിക്കേണ്ടത് എന്നുള്ളത്?
പിന്നെ ഒരു ജമാഅത്ത് നടക്കുകയാണെങ്കിൽ ഇഷാന്റെ ജമാഅത്ത് നടക്കുകയാണെങ്കിൽ അവിടെ പ്രാധാന്യം ഇതിനെ കൊടുക്കേണ്ടതാണ്. നമുക്ക് സമയം വളരെ കുറച്ചേ ഉള്ളൂ, എങ്കിലും വലിയൊരു വിഷയമാണ്, ഒരുപാട് പറയേണ്ട ഒരു കാര്യമാണ്. എന്നാലും ഇൻഷാ അല്ലാഹ് ചെറിയൊരു സമയത്തിനുള്ളിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഫൈസൽ മദീനി ചോദ്യം വ്യക്തമായി കേട്ടില്ല, ഒന്ന് പറയാമോ? ചോദ്യം ഒന്ന് ഷോർട്ടാക്കി ഒന്നും കൂടി ചോദിക്കാവോ? ഇന്നലെ നമസ്കരിക്കുമ്പോഴേ എനിക്ക് ഇഷാ നിസ്കരിക്കണ്ടായിരുന്നു, സുഹൃത്തിന് മഗ്‌രിബും ഇഷാ നിസ്കരിക്കണ്ടായിരുന്നു. ഞാൻ ഇമാം വന്നിട്ട് ഞാൻ ഇഷാ നിസ്കരിച്ചു. സുഹൃത്ത് മഗ്‌രിബായി നിസ്കരിക്കേണ്ടിയിരുന്നു, പക്ഷെ എന്റെ കൂടെ ഇഷാ മുഴുവനാക്കി ചെയ്തത് ഓർമ്മയില്ലാതെ. അവിടെ സഹവിന്റെ സുജൂദ് ചെയ്യേണ്ട രീതി എങ്ങനെയായിരുന്നു. പിന്നെ ഇഷാ ജമാഅത്ത് നടക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ മഗ്‌രിബാണോ ആദ്യം ആ സുഹൃത്ത് നിസ്കരിക്കേണ്ടിയിരുന്നത് എന്നാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. കേൾക്കുന്നില്ല, വ്യക്തമാകുന്നില്ല. ഓക്കെ. ജമ്മു കശ്മീരുമായി ബന്ധ- ഇഷ നമസ്കരിക്കുന്ന സമയത്ത് മാമൂ വന്ന് ഈ ഇഷ നമസ്കരിക്കുന്ന പിന്നെ മഗ്‌രിബ് നമസ്കരിക്കേണ്ടതിന് പകരം അശയാണ് ആൾ നിസ്കരിച്ചത്. അപ്പോൾ ആദ്യം മഗ്‌രിബ് നമസ്കരിച്ചിട്ടാണോ എഷയിലേക്ക് കടക്കേണ്ടത്? സുഹൃത്തിന് അങ്ങനെ അബദ്ധം പറ്റിപ്പോയി. അപ്പോൾ സഹുവിൻ്റെ സുജൂദിലൂടെ അത് പരിഹരിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ആൾ ചോദിച്ചിട്ടുള്ളതെന്നാണ് എനിക്കും മനസ്സിലായത്. ഇയാള് പള്ളിയിലേക്ക് വന്നിട്ട് ഫസ്റ്റ് നമസ്കരിക്കുന്നത് ഇഷ ആണ് നിസ്കരിക്കേണ്ടത്, പക്ഷെ അയാൾ നമസ്കരിച്ചത് മഗ്‌രിബാണ്, അങ്ങനെയാണോ? മഗ്‌രിബാണ് കൂടെ ഉള്ള ആൾക്ക് നിസ്കരിക്കേണ്ടിയിരുന്നു. നമ്മൾ വേറെ നിസ്കരിക്കായിരുന്നു, വേറെ ജമാഅത്ത് ചെയ്തു. ആ, നമസ്കരിക്കേണ്ടത് മഗ്‌രിബാണ്, പക്ഷെ അയാൾ നമസ്കരിച്ചത് ഇഷയാണ്, മഗ്‌രിബ് നമസ്കരിച്ചിട്ടില്ല. ഇല്ല, ഓർമ്മയില്ല നിസ്കരിച്ചത്. മഗ്‌രിബായിരുന്നു നിയത്തിലുണ്ടായിരുന്നത് സുഹൃത്തിന്. അപ്പൊ അവര് സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടിയിരുന്നത് ഉണ്ടായിരുന്നു എന്നുള്ളതും. ഇനി പള്ളിയിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ അവരനുസരിച്ച് നിസ്കരിക്കേണ്ടിയിരുന്നു, ഇഷാന്റെ ജമാഅത്തിന്റെ സമയത്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ ശരിക്കും നമ്മൾ ഒരു നമസ്കാരം നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ നഷ്ടപ്പെട്ട നമസ്കാരമാണ് ആദ്യം നമസ്കരിക്കേണ്ടത്. നമ്മൾക്കിപ്പോൾ മഗ്‌രിബാണ് നഷ്ടപ്പെട്ടത് എങ്കിൽ നമ്മൾ ആദ്യം നമസ്കരിക്കേണ്ടത് മഗ്‌രിബാണ്. ആ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷമാണ് ഇശാ നമസ്കാരം. അതിൻ്റെ കൃത്യമായ ക്രമം, ആ ഓർഡർ നമ്മൾ പിന്നീട് നമസ്കരിക്കുകയാണെങ്കിലും അത് പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ മഗ്‌രിബ് നമസ്കരിക്കേണ്ട സമയത്ത് ഇശ നിസ്കരിച്ചിട്ട് പിന്നെ മഗ്‌രിബ് അല്ല നമസ്കരിക്കേണ്ടത്. ആദ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആദ്യം മഗ്‌രിബ് നമസ്കരിച്ചിട്ട് ആ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടതിന് ശേഷമാണ് ഇശാ നമസ്കാരം അവിടെ നിസ്കരിക്കുന്നത്. ആ ഒരു ഓർഡറിലാണ് ആ നമസ്കാരം, നഷ്ടപ്പെട്ട നമസ്കാരങ്ങൾ നമ്മൾ നിർവഹിക്കേണ്ടത്. ഇവിടെ ഈ സഹോദരനെ സംബന്ധിച്ചിടത്തോളം ആൾ മഗ്‌രിബ് നമസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നിസ്കരിക്കേണ്ടത് ഇശയായിരുന്നു എന്ന് അയാൾക്ക് തിരിച്ചറിയുന്നത് എങ്കിൽ ആ ഓർമ്മയായ സമയത്ത് പിന്നെ ആ നമസ്കാരങ്ങൾ നിർവഹിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ മഗ്‌രിബ് നമസ്കാരം ആൾ നമസ്കരിച്ച് കഴിഞ്ഞു, പിന്നെ ഇശ എന്താ പറയുക, പിന്നെ നമസ്കരിച്ചിട്ടില്ല എങ്കിൽ ആ ഇശ നിസ്കാരം എന്ത് ചെയ്യുക, നിസ്കരിക്കാത്ത നിസ്കാരം നമ്മൾ നിസ്കരിക്കുക. നമുക്ക് ഏതെങ്കിലും നമസ്കാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, മറന്നു പോയി കഴിഞ്ഞാൽ, നമുക്ക് ഓർമ്മയാകുന്ന സമയത്ത് ഏത് നമസ്കാരമാണോ നഷ്ടപ്പെട്ടത് ആ നമസ്കാരം ആ ഓർമ്മയാകുന്ന സമയത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രായശ്ചിത്തമായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് എപ്പോൾ നമ്മൾ മഗ്‌രിബ് നമസ്കരിച്ചു പക്ഷേ ഇശ നമസ്കരിച്ചില്ല, പിന്നെ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ടാണ് ഇശയാണ് നിസ്കരിക്കേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ നിസ്കരിക്കാത്ത നമസ്കാരം നമ്മൾ വീണ്ടും നമസ്കരിക്കണം. കാരണം അത് നഷ്ടപ്പെട്ട നമസ്കാരം നിസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമായ ബാധ്യത തന്നെയാണ്. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ചോദ്യത്തിൽ ചെറിയൊരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്, കൃത്യമായിട്ട് കേൾക്കുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞാൻ മറുപടി പറഞ്ഞത്. ഇവിടെ ആങ്കറിംഗ് ഡെസ്കിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇതുപോലെ തന്നെയാണ്. ഉസ്താദ് പറഞ്ഞൊരു മറുപടി തന്നെയാണ് ആ ശ്രോതാവ് പ്രതീക്ഷിച്ചിട്ടുള്ളതെന്ന് തന്നെ എനിക്കും മനസ്സിലായത്. ഏതായാലും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. പീസ് റേഡിയോയിൽ നമുക്ക് അനുവദിച്ച, ലിജാബക്ക് അനുവദിച്ച സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം ഇതുപോലെ ഇത്തരം ഒരു ലൈവ് പ്രോഗ്രാമിലൂടെ നമുക്ക് ഇൻഷാ അല്ലാഹ് വീണ്ടും ഇരിക്കാം. അള്ളാഹു ഈ ഒരു ഇരുത്തം സ്വാലിഹാമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ബഹുമാന്യനായ തബൂക്കിൽ നിന്നും നമ്മളോടൊപ്പം ചേർന്ന ഇസ്ലാമിക് സ്കോളറായ ഫൈസൽ മദീനിയായിരുന്നു. ഫൈസൽ മദീനി, ഏറ്റവും അവസാന സമയത്ത് എന്താണ് നമ്മുടെ ശ്രോതാക്കളോട് പറയാനുള്ളത്? ഈ അല്ലിജാബ് പോലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്ന് തന്നെയാണ്. ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. കാരണം
ദീന് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ വേറെ ദുന്യാവ് നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല. ദുന്യാവിൽ നമ്മൾ എന്തൊക്കെ തന്നെ സമ്പാദിച്ചാലും ദീനി രംഗത്ത് വരുന്ന പോരായ്മകൾ നമ്മുടെ പരലോകത്തെയാണ്, ശാശ്വതമായ ജീവിതത്തെയാണ് ബാധിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് തിരക്കിനിടയിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ ശരിയായ രൂപത്തിൽ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരായത്ത് ഇവിടെ പറഞ്ഞു, പരലോകത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാവും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്തത് കറക്റ്റാണ് എന്നായിരിക്കും അവർ വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ അത് ചിലപ്പോൾ പ്രാമാണികമായി സ്ഥിരപ്പെട്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ശരിയാവില്ല. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് തിരുത്താനോ പിന്നീടൊന്ന് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചെയ്യുന്ന കർമ്മങ്ങൾ ഓരോന്നും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർത്ത് അത് മനസ്സിലാക്കി അത് ചെയ്യുക എന്നുള്ളത് ഓരോ വിശ്വാസിയും നിർബന്ധമായും മനസ്സിലാക്കേണ്ട ഒരു ബാധ്യതയാണ്, ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം അതിനുള്ളൊരു സുവർണ അവസരമാണ് ഓരോ ശനിയാഴ്ചകളിലും ഇതുപോലെ ലൈവായിട്ട് പിന്നെ പീസ് റേഡിയോ ഒരുക്കുന്നത്. ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് മറ്റൊരാളോട് പറയാൻ പിന്നെ കഴിയാത്ത വളരെ രഹസ്യമായിട്ടുള്ള വളരെ പ്രയാസകരമായിട്ടുള്ള ചോദ്യങ്ങൾ പോലും നേരിട്ട് ചോദിക്കാൻ പറ്റാത്തത് ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ടെക്സ്റ്റായിട്ട് എഴുതി ചോദിക്കാനുള്ള ഒരു ഓപ്ഷൻ വരെയുണ്ട്. അത് ആരാ ചോദിച്ചത് എന്ന് പോലും പേര് പുറത്ത് പറയാതെ ആ ആൻസർ ഇവിടെ പറയുകയും ആ ആൻസർ കേട്ട് നമുക്ക് ആ തെറ്റ് തിരുത്തുവാനുള്ളൊരു അവസരം കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. കാരണം ഈ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് നാളെ പടച്ച റബ്ബ് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി ഉണ്ടാകണം. അത് മനസ്സിലാക്കേണ്ട ഒരു അവസരം ഉണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ആ തെറ്റുമായി പരലോകത്ത് വരുമ്പോൾ എന്തേ നീ മനസ്സിലാക്കാത്ത ചോദിച്ചപ്പോൾ ഇങ്ങനൊരു അവസരം ഉണ്ടായിരുന്നില്ലേ എന്നൊരു ചോദ്യം പടച്ചോൻ ചോദിക്കും. അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതാണ് ശ്രോതാക്കളോട് അവസാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ജസാക്കല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.